അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അജ്നാസ് സുഹ്റയുടെ സുലാസി മസീദ് ഫീഹി 10-ാമത്തെ ബാബ്, അൽ ബാബുൽ ആഷിർ 10-ാമത്തെ ബാബ്. ഇഫ്ആല യഫ്ആലു. ഉദാഹരണം, ഇതെങ്ങനെ സർഫാക്കാം? ഇഹ്മറ യഹ്മറു. ഇതെങ്ങനെ സർഫാക്കാം എന്ന് നോക്കാം. ഇഫ്ആല യഫ്ആലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്ആലുൻ. വഫൂല യുഫ്ആലു ഇഫ്ഇലാലൻ ഫഹുവ മുഫ്ആലുൻ. അൽഅംറു മിൻഹു ഇഫ്അല വന്നഹ്യു ലാ തഫ്അല. മാളി എന്താണ്? ഇഫ്അല. അംർ എന്താണ്? ഇഫ്അല. രണ്ടും ഒരുപോലെയാണ്, അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാകും. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കാം. നഹ്വ്: ഇഹ്മറ യഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. വഹ്മുറുൻ യഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ. അൽഅംറു മിൻഹു ഇഹ്മറ വന്നഹ്യു ലാ തഹ്മറ. ഇഹ്മിറാറും വന്നഹ്യു ലാ തഹ്മിറാർ. ഇവിടെ ചില കിതാബിൽ ഒരു തെറ്റ് കാണാൻ പോയിരുന്നു. ഉഹ്മുറ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഉഹ്മിറ എന്നുള്ളത് തെറ്റാണ്. ശരി, ഉഹ്മുറ. നമ്മുടെ കിതാബ് ഫതഹുൽ മുഈനിലും മിശ്കാത്ത് തഫ്സീറിലും മറ്റേതെങ്കിലും മറ്റ് കിതാബിലും പരിശോധിക്കുമ്പോഴൊക്കെ ഈ ഉഹ്മുറ എന്ന ലഫ്ള് കാണൂല. ഒരു കിതാബിലും കാണൂല. കാരണം എന്താ? ഉഹ്മുറ എന്നുള്ളത് മജ്ഹൂലാണ്. നമ്മുടെ ഇഫ്ആല ബാബ് ലാസിമായ ബാബാണ്. ലാസിമായ ബാബ് മജ്ഹൂല് ഉണ്ടാവില്ല. എങ്കിലും ഇവിടെ മജ്ഹൂല് പറഞ്ഞത് വസിന് പഠിക്കാനാണ്. ഇനി നമ്മൾ ഇതേ വസിന് അജ്നാസ് കുബ്രയിൽ എത്തുമ്പോൾ അവിടെ മജ്ഹൂല് പറയൂല. അതുകൊണ്ട് ഉഹ്മുറ എന്നുള്ളത് കിതാബിൽ കാണൂല. അത് ലാസിമായത് കൊണ്ട് മജ്ഹൂല് വരൂല. കിതാബിൽ ഉഹ്മുറ എന്നാണ്, ചില കിതാബിൽ ഉഹ്മിറ എന്നാണ്. അത് തെറ്റാണ്. ഉഹ്മിറ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. ശരി, ഉഹ്മുറ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൊല്ലിയത് അജ്നാസിൻ്റെ ശൈലിയാണ്. എങ്ങനെ? മാളി, മുളാരി, ഇസ്മുൽ ഫായില്, ഇസ്മുൽ മഫ്ഊല്, അജ്നാസിൻ്റെ ശൈലി മാറ്റി. ഒന്നാം ഫസിൽ ഇഫ്ആല, മാളി മഅറൂഫ് മുസ്ബത്തായിട്ട്. ഇഫ്ആല ഇഫ്ആല ഇഫ്ആലു ഇഫ്ആലത്ത് ഇഫ്ആലത ഇഫ്ആലൽന ഇഫ്ആലൽത്ത് ഇഫ്ആലൽതുമാ ഇഫ്ആലൽതും ഇഫ്ആലൽതി ഇഫ്ആലൽതുമാ ഇഫ്ആലൽതുന്ന ഇഫ്ആലൽതു ഇഫ്ആൽന. കണ്ടോ? ഒന്നാം ഫസിലായി. മാളി മഅറൂഫ് മുസ്ബത്തായിട്ട്. ഇനി മാ എന്ന് കൂട്ടി കൊടുത്താൽ രണ്ടാം ഫസിലായി, മാളി മംഫിയായി. ഇനി മൂന്നാം ഫസിലായി, മാളി മജ്ഹൂല് മുസ്ബത്തായി ലൊമ്മ കൊടുത്താൽ. അങ്ങനെയാണ് സർഫാക്കാം. ഉഫൂല ഉഫൂല ഉഫൂലു ഉഫൂലത്ത് ഉഫൂലത്ത ഉഫൂലിൽന ഉഫൂലിൽത ഉഫൂലിൽതുമാ ഉഫൂലിൽതും ഉഫൂലിൽതി ഉഫൂലിൽതുമാ ഉഫൂലിൽതുന്ന ഉഫൂലിൽതു ഉഫൂൽന. അതിൻ്റെ ഒപ്പം മാ കൊടുത്താൽ നാലാം ഫസിലായി, മാളി മജ്ഹൂല് മംഫി. അത് 14 ഉണ്ടാകും. ഇനി ഇത് മുളാരിയാക്കാം. മഅറൂഫ് മുസ്ബത്തായിട്ട്. യഫ്ആല യഫ്അലാനി യഫ്അലൂന തഫ്അലുൻ തഫ്അലാനി തഫ്അലിൽന തഫ്അലുൻ തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അലിൽന അഫ്അലൂന അഫ്അലൂ. ഇതിൽ ലാ കൊടുത്തു കഴിഞ്ഞാൽ മംഫിയായി. ലാ യഫ്അലു ലാ യഫ്അലാനി ലാ യഫ്അലൂന ലാ തഫ്അലു ലാ തഫ്അലാനി ലാ യഫ്അലൽന ലാ തഫ്അലു ലാ തഫ്അലീന തഫ്അലൈനി ലാ തഫ്അലൂന ലാ തഫ്അലീന ലാ തഫ്അലാനി ലാ തഫ്അലൽന ലാ അഫ്അലു ലാ നഫ്അലു. അംർ എന്താ? നമ്മൾ പറഞ്ഞത് മാളിയെപ്പോലെ തന്നെ. മാളി എന്താ? ഇഫ്ആല. അംർ എന്താ? ഇഫ്ആല. രണ്ടും ഒന്ന് തന്നെ. അതെങ്ങനെ സർഫാക്കാം?
ഇഫ്ആല ഇഫ്ആല ഇഫ്ആലു ഇഫ്ആലി ഇഫ്ആല ഇഫ്ആലിന. മിസാന്റെ ശൈലി ഇസ്മുൽ ഫായില് എന്താ നമ്മൾ പറഞ്ഞത്? മുഫ്ആലുൻ. മുഫ്ആലും മുഫ്ആലാനി മുഫ്ആലൂന. മുഫ്ആലത്ത് മുഫ്ആലത്താനി മുഫ്ആലാത്തുൻ. ഇനി ഇസ്മുൽ മഫൂല് എങ്ങനെ? മുഫ്ആലുൻ. ഇഫ്ആലന്റെ ഇസ്മു ഫായില എന്താ? മുഫ്ആലുൻ. അതെങ്ങനെ സർഫാക്കാം? മുഫ്ആലും മുഫ്ആലാനി മുഫ്ആലൂന. മുഫ്ആലത്ത് മുഫ്ആലത്താനി മുഫ്ആലാത്തുൻ. ഇനി പറഞ്ഞത് ഇഹ്മറയിലും വരും. ഒന്നാം ഫസില് രണ്ടാം ഫസില്. ഇഹ്മാറ ഇഹ്മാറ ഇഹ്മാറു. ഇഹ്മാറത്ത് ഇഹ്മാറത്ത ഇഹ്മാറർന. ഇഹ്മാറർത്ത ഇഹ്മാറർത്തുമ ഇഹ്മാറർത്തും. ഇഹ്മാറർത്തി ഇഹ്മാറർത്തുമ ഇഹ്മാറർത്തുന്ന. ഇഹ്മാറർത്തു ഇഹ്മാറർന. ഇതിൽ മാ കൊടുത്താൽ മാലി മംഫിയായി 14 വരും. മാലി മജൂല് മുസ്ബത്ത് മജൂല് വരൂല. എന്താ അങ്ങനെ പറയുന്നത്? ഇത് ലാസ്യമാണ്. ലാസ്യമിൽ മജൂല് വരില്ല. അജിനാസ് കുബ്രയിൽ വിശദമായി പഠിക്കും. അപ്പോൾ വസിന് പഠിക്കാൻ വേണ്ടി സർഫാക്കുകയാണെങ്കിൽ ഉഹ്മൂറ. ചില കിതാബിൽ ഉഹ്മീറ ഉണ്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞ് ഉഹ്മൂറയാണ് ശരി. അപ്പോൾ ഇത് സർഫാക്കുകയാണെങ്കിൽ വസിന് പഠിക്കാൻ സർഫാക്കുകയാണെങ്കിൽ കിതാബിൽ ഇത് വരുമല്ലോ. എങ്കിലും സർഫാക്കുകയാണെങ്കിൽ ഉഹ്മൂറ ഉഹ്മൂറ ഉഹ്മൂറു ഉഹ്മൂറത്ത് ഉഹ്മൂറത്ത ഉഹ്മൂറർന. ഉഹ്മൂറിർത്ത ഉഹ്മൂറിർത്തുമ ഉഹ്മൂറിർത്തും. ഉഹ്മൂരിർത്തി ഉഹ്മൂരിർത്തുമ ഉഹ്മൂരിർത്തുന്ന. ഉഹ്മൂരിർത്തു ഉഹ്മൂരിർന. ഇതാണ് മൂന്നാം ഫസില്. ഒരു മാ കൊടുത്താൽ മാലി മജ്ഹൂല് മംഫിയായി. നാലാം ഫസിലായി. അടുത്തത് പറഞ്ഞത് അംറ് സർഫാക്കാം. ഇഹ്മാറ ഇഹ്മാറ ഇഹ്മാറു. ഇഹ്മാറി ഇഹ്മറ ഇഹ്മാറിർന. ഇനി ലമ്മ് കൊടുത്താൽ ലെന്ന് കൊടുക്കുക. അങ്ങനെ അതുപോലെയൊക്കെ വരും. ഷക്കീലാൻ്റെ നൂന് കൊടുത്തിട്ട് ഷക്കീലാൻ്റെ നൂന് മാലി മാറൂഫ് മുസ്ബത്ത്. ഏതായാലും 13ാമത്തെ പാഠം പൂർത്തിയായി. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.